ശ്രീ വത്സൻ തില്ലങ്കേരിയിലേക്കാണ്. ശ്രീ വത്സൻ തില്ലങ്കേരി, സ്വർണ്ണപ്പാളി ഉരുക്കിയോ വിറ്റോ എന്നതാണ് നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ വിഷയം. സന്നിധാനത്ത് നമ്മൾ കാണുന്നത് ഡ്യൂപ്ലിക്കേറ്റ് പാളികളാണോ എന്ന സംശയം ബലപ്പെടുകയാണ്. നമുക്കറിയാം, അയ്യപ്പൻ്റെ സന്നിധിയിൽ അവിടെ നിന്ന് കിട്ടുന്ന ഒരു എന്തെങ്കിലും ഒരു ചെറിയ വസ്തുവിന് പോലും അതിൻ്റെ ഒരു മൂല്യം എന്ന് പറയുന്നത്, അവിടെ നിന്ന് ലഭിക്കുന്ന പ്രസാദത്തിന് പോലും എത്രയോ വലിയ മൂല്യമാണ് അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ സ്വർണ്ണപ്പാളി അവിടെ ഡ്യൂപ്ലിക്കേറ്റായി അവിടെ കൊണ്ടുവന്നു എന്നുള്ള വിജിലൻസിൻ്റെ കണ്ടെത്തൽ അത് ശരിയാകാൻ ഇടയുള്ള സംഭവവികാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ SITയുടെ അന്വേഷണം കൊണ്ട് ഈ അയ്യപ്പ ഭക്തരുടെ, ഹൈന്ദവ സംഘടനകളുടെ, ഹൈന്ദവ വിശ്വാസികളുടെയൊക്കെ ആശങ്ക ദൂരീകരിക്കാൻ കഴിയുമോ? വളരെയധികം കഥനാഭാരത്തോടു കൂടിയാണ് ഒരു ഹിന്ദു എന്നുള്ള നിലക്ക്, ഒരു ക്ഷേത്രവിശ്വാസി എന്നുള്ള നിലക്ക്, പ്രത്യേകിച്ച് അയ്യപ്പ വിശ്വാസി എന്നുള്ള നിലക്ക് ആളിക്കത്തുന്ന രോഷവുമായാണ്, പക്ഷേ വളരെയധികം വേദനയോടുകൂടിയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ലോകത്തെമ്പാടുമുള്ള കോടിക്കണക്കിന് മലയാളികളിൽ ഒരുവനെ പോലെ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ഒരു മാസക്കാലമായി നടന്നു വരുന്ന ചർച്ചകൾ, നാം കാണുന്നത്, കേൾക്കുന്നത്, അറിയുന്നത്, വായിക്കുന്നത്, അവയെല്ലാം നമ്മുടെ ക്ഷേത്രങ്ങളെക്കുറിച്ച്, ക്ഷേത്ര സ്വത്തുക്കളെക്കുറിച്ച്, അതുപോലെ തന്നെ ഭക്തന്മാർ അവിടെ നിക്ഷേപിക്കുന്ന എല്ലാത്തിനെ സംബന്ധിച്ചുമുള്ള അരക്ഷിതാവസ്ഥ, അത് സംരക്ഷിക്കാൻ ഏൽപ്പിച്ച ആളുകൾ തന്നെ അത് കട്ടുകൊണ്ടുപോകുന്ന ആ സാഹചര്യം ഇപ്പോൾ കൂടുതൽ വെളിപ്പെട്ട് വരികയാണ്. ചരിത്രത്തിലാദ്യമായി, കേരളത്തിൻ്റെ ചരിത്രത്തിൽ മാത്രമല്ല രാജ്യത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി തന്നെ ഒരു ദേവസ്വം ബോർഡിനെ പ്രതിയാക്കിക്കൊണ്ട്, ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും അംഗങ്ങളെയും പ്രതിയാക്കിക്കൊണ്ട് FIR ഇടേണ്ടി വന്നിരിക്കുകയാണ്. ആരാ ദേവസ്വം ബോർഡ്? ദേവസ്വം ബോർഡ് അവർ സത്യപ്രതിജ്ഞ ചെയ്ത് ദൈവത്തിൽ വിശ്വാസമുണ്ട്, ഹിന്ദു മതത്തിൽ വിശ്വാസമുണ്ട്, ഇവിടുത്തെ ദേവൻ്റെ സ്വത്തുക്കളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമെല്ലാം സംരക്ഷിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട്, സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് അധികാരമേറ്റ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ദേവസ്വം ബോർഡ് അംഗങ്ങളും അവരുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരും അവരെയെല്ലാം പ്രതികളാക്കിക്കൊണ്ട് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ പുറത്തു വരുന്നത് സത്യത്തിൽ നടന്നതിൻ്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് എന്നുള്ളത് ശബരിമലയുൾപ്പെടെയുള്ള ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളുടെയൊക്കെ കാര്യങ്ങൾ കുറച്ചെങ്കിലും അറിയാവുന്ന മുഴുവൻ ആളുകൾക്കും ബോധ്യമുള്ള കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചില ആളുകൾക്ക് ഇതൊക്കെ ഒരു അത്ഭുതമായി തോന്നുമെങ്കിലും കഴിഞ്ഞ 4-5 വർഷമായി ശബരിമല സീസൺ ആരംഭിക്കുന്നതിന് മുമ്പും നട തുറക്കുന്നതിന് മുമ്പും നട തുറന്നതിന് ശേഷവും സ്ഥിരമായി ഞങ്ങൾ ഹിന്ദു സംഘടനാ പ്രവർത്തകന്മാർ ശബരിമലയിൽ പോകാറുണ്ട്. അവിടുത്തെ കാര്യങ്ങൾ നിരീക്ഷിക്കാറുണ്ട്. അവിടെ നിന്ന് പല വിവരങ്ങളും കിട്ടാറുണ്ട്. എല്ലാ ആളുകളും, ഉദ്യോഗസ്ഥന്മാരും കൊള്ളക്കാരല്ല. ആ ക്ഷേത്രം നന്നായി നടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്ന നല്ല വിശ്വാസികളായിട്ടുള്ള, സത്യസന്ധന്മാരായിട്ടുള്ള, സമർപ്പിതന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. വളരെ വേദനയോടുകൂടിയും രോഷത്തോടുകൂടിയും ഈ കാര്യങ്ങൾ കാണുന്ന, ആ കാര്യങ്ങൾ ലോകമറിയണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി ആളുകൾ അവിടെ ഉണ്ട്. അത്തരം ആളുകൾ ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും നേരത്തെയുള്ള ഫൂട്ടേജുകൾ പരിശോധിച്ചാൽ വ്യക്തമാവും. അവിടെ നടത്തിയ പത്രസമ്മേളനങ്ങളൊക്കെ കൃത്യമായി എന്താണ് അവിടെ നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് പത്രസമ്മേളനം നടത്തിയിട്ട് ഞങ്ങൾ പറഞ്ഞാണ്. അവിടെ നടക്കുന്ന കൊള്ളകളെക്കുറിച്ച്, അവിടെ നടക്കുന്ന കെടുകാര്യസ്ഥതയെക്കുറിച്ച്, അഴിമതിയെക്കുറിച്ച്, ഭക്തന്മാർക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ ഈ ദേവസ്വം എന്ന് പറയുന്നത് ഒരു ഉപജാപക സംഘത്തിൻ്റെ വലയിൽ നിർത്തിയതിനെക്കുറിച്ചൊക്കെ പലതവണ മുന്നറിയിപ്പ് നൽകിയതാണ്, പറഞ്ഞതാണ്. കഴിഞ്ഞ വർഷം അവിടെ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ, ദേവസ്വം മന്ത്രി, അവിടുത്തെ MLA ഉൾപ്പെടെയുള്ള ആളുകൾ ശബരിമല ദേവസ്വം ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് ഹിന്ദു സംഘടനാ നേതാക്കളുമായി ഒരു ചർച്ച നടത്തുകയുണ്ടായി. ആ ചർച്ചയിൽ ഞങ്ങൾ പ്രകടിപ്പിച്ച ആശങ്കയും അക്കമിട്ട് പറഞ്ഞ കാര്യങ്ങളും എത്ര വസ്തുതാപരമാണെന്ന് ഇപ്പോൾ വെളിപ്പെടുകയാണ്. എന്താ മന്ത്രിയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റൊക്കെ അത് കേട്ട് ഗൗരവത്തോട് കേട്ട് കുറിച്ചെടുക്കുന്നു എന്ന് ഭാവിച്ച് ഒരു കാര്യവും ചെയ്തിരുന്നില്ല. അന്നെങ്കിലും 2 വർഷം മുമ്പ് ഞങ്ങൾ ചർച്ച നടത്തുമ്പോഴും കഴിഞ്ഞ വർഷം ചർച്ച നടത്തുമ്പോഴും ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെ അല്പമെങ്കിലും മുഖവിലക്കെടുത്തിരുന്നെങ്കിൽ ഈ കാണുന്ന രീതിയിലുള്ള നാണക്കേട്
വിശ്വാസികൾക്കാകെ തലകുനിക്കേണ്ടി വരുന്ന സാഹചര്യം നമ്മുടെ ഈ സംസ്ഥാനത്ത് ഉണ്ടാകുമായിരുന്നില്ല. ഏതായാലും ഇത് ഒരു വലിയ അയ്യപ്പൻ്റെ അനുഗ്രഹം തന്നെ പറയണം. ഇപ്പോൾ ഈ നിലയിൽ കാര്യങ്ങളൊക്കെ പുറത്തു വന്നത് അവിടെ വലിയ ഒരു പമ്പയിൽ ആഗോള അയ്യപ്പ ഭക്ത സംഘമൊക്കെ നടത്തി ലോകത്തെമ്പാടുമുള്ള സ്പോൺസർമാരെ അവിടെ കൊണ്ടുവന്ന് 1300 കോടി രൂപ സമാഹരിച്ച് എന്നിട്ട് വീണ്ടും ഇതുപോലെ കൈയിട്ട് വാരാനും കൊള്ളയടിക്കാനുമുള്ള ഒരു പ്രോഗ്രാം കൊട്ടിഘോഷിച്ച് നടത്തിയ സന്ദർഭത്തിൽ തന്നെ ഈ കാര്യം പുറത്തു വന്നു എന്നത്, വെളിപ്പെട്ടു എന്നത് യാദൃച്ഛികമാണെന്ന് കരുതാൻ പറ്റില്ല. അയ്യപ്പൻ കൃത്യമായി തന്നെ ആ സമയത്ത് തന്നെ ഇനി ഇവരുടെ കയ്യിൽ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അത് മുക്കാനും കക്കാനും പോവുകയാണ്. അതുകൊണ്ട് ഭക്തന്മാരാരും അത്തരം അതിസാഹസത്തിന് മുതിരേണ്ടതില്ല എന്ന് അയ്യപ്പൻ കൃത്യമായി തന്നെ നൽകിയ മുന്നറിയിപ്പാണ് ഇപ്പോൾ വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഈ കാര്യം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശബരിമല അവിടുത്തെ ഇപ്പോൾ കോടതിയാണല്ലോ ഇത് കണ്ടെത്തിയിട്ട് പുറത്തേക്ക് ജനങ്ങളെ അറിയിച്ചിരിക്കുന്നത്, മറ്റാരുമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ആരോപണമല്ല. സാധാരണഗതിയിൽ പറയാം അത് ഒരു ആരോപണമാണെന്ന് പറയാം. അത് ഹൈക്കോടതിയുടെ ഒരു ഇടപെടലിനെ തുടർന്നാണ് ഈ അന്വേഷണം വന്നതൊക്കെ അങ്ങ് വിസ്മരിച്ച് കളഞ്ഞുകൊണ്ടാണ് ഈ മന്ത്രിയുടെയും മറ്റ് നേതാക്കളുടെയും ഒക്കെ വർത്തമാനം. അവരെന്തോ ചെയ്തു, ഇവിടെ വിജിലൻസ് ആണ് ഇതെല്ലാം കണ്ടെത്തിയത് എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് ഞങ്ങളാണിത് കണ്ടെത്തിയത് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമവും ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം മന്ത്രി എന്താ അന്ന് പറഞ്ഞത്? അവരത് പറഞ്ഞത് ഞങ്ങളെല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ്, അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചാണ്. ഞങ്ങൾ കൃത്യമായി യാതൊരു തരത്തിലുള്ള തെറ്റും ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അവിടുന്ന് സ്വർണം കടത്തിക്കൊണ്ടുപോയതിൽ, സ്വർണ്ണപ്പാളി കടത്തിക്കൊണ്ടുപോയതിൽ ഞങ്ങൾക്ക് യാതൊരു വീഴ്ചയും വന്നിട്ടില്ല എന്നാണല്ലോ അവർ ആവർത്തിച്ച് പറഞ്ഞത്. പക്ഷേ എന്താണ് പിന്നീട് പ്രകടമായത്? അന്നത്തേത് മാത്രമല്ല, ഈ സമയത്ത് കൊണ്ടുപോയത് മാത്രമല്ല, അതിനു മുമ്പ് കൊണ്ടുപോയതും അതിന് ഇടയിൽ കൊണ്ടുപോയതും അവിടെ നടന്നതായിട്ടുള്ള ഓരോ കാര്യങ്ങളും വെളിച്ചത്ത് വരുന്ന സമയത്ത് ഇവരാരും ഇത് അറിയില്ലെന്നാണോ? ഇവരൊന്നും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണോ? ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കാത്ത കാര്യമാണിതെല്ലാം. ഇവരെല്ലാവരും ഇത് അറിഞ്ഞുകൊണ്ടാണ് ഒരു വലിയ ഗൂഢാലോചന ഇതിന് പിറകിലുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്.